ഇതാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. വള്ളിയൂർക്കാവിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടുള്ളത് ചായ കുടിക്കാൻ വേണ്ടി. ഇതാണ് ഡ്രൈവർ കൊണ്ടു നിർത്തിയ നമ്മളുടെ ചായ കുടിക്കാൻ വേണ്ടി ഡ്രൈവർ കൊണ്ടു നിർത്തിയ തട്ടുകട. എന്തായാലും അവിടെ പോയി നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഡ്രൈവർ പറഞ്ഞത് ശരിയാണോ, നല്ല ചായയാണോ എന്നൊക്കെ നമുക്ക് അവിടെ പോയി നോക്കാം. എന്തായാലും ഡ്രൈവർ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കട തന്നെയാണ്. ചെറിയ കടയാണെങ്കിലും ഒരുപാട് സ്നാക്സൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല കടയാണ്. അങ്ങനെ ഡ്രൈവർ പറഞ്ഞ പ്രകാരം ആ ചായക്കടയിൽ പോയി ചായയും വാങ്ങി ഞാൻ കൊണ്ടുവന്നു. വള്ളിയൂർക്കാവിനോട് തൊട്ട് ചേർന്നുള്ള ഒരു തട്ടുകടയിലാണ് നമ്മളുള്ളത്. ഓക്കെ, നല്ല അടിപൊളി ചായ. ചായയുടെ കൂടെ ഞാൻ വാങ്ങിയത് പഴംപൊരി വാങ്ങി. അത് 2 പഴംപൊരി. ഇത് കോളിഫ്ലവർ ഫ്രൈ, ഗോബി മഞ്ചൂരിയൻ. അപ്പം അതും ഞാൻ വാങ്ങി. സംഭവം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയാണ് ഞാനിത് വാങ്ങിയത്. ആക്ച്വലി ഇതാണ് ഫ്രൈ. ചെറുതായി തണുത്തു, എന്നാലും ടേസ്റ്റ് ഉണ്ട്. പഴംപൊരി എന്താണ് സാർ? ഇനി പഴംപൊരി കൂടി നോക്കാം. പഴംപൊരി അത്ര പോരാ, പഴുക്കാത്ത പഴം പോലെ ഉണ്ട്. കോളിഫ്ലവർ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയും സാർ? കാണാൻ നല്ല ചന്തമുണ്ട്, പക്ഷെ തണുത്ത് വരും. ഇത് രസമുണ്ട്, ഇഷ്ടമുള്ള സാധനം. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ടീ ബ്രേക്കും കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ വീണ്ടും വള്ളിയൂർക്കാവിൽ നിന്ന് വിട്ടു. പുൽപ്പള്ളിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇതും പുൽപ്പള്ളിയിലേക്കുള്ള വഴികളും നല്ല അതിമനോഹരമാണ്. സമയം ഏകദേശം 5:40 ആയിട്ടുണ്ട്. കാലാവസ്ഥ നല്ല മേഘമാണെങ്കിലും മേഘാവൃതമായി നിൽക്കുന്നു. ഇരുണ്ട് മൂടി. അടിപൊളി നീലാകാശം കാണാൻ നല്ല ഭംഗി. ചുറ്റും നിറഞ്ഞ പച്ചപ്പ്. അതായത് സൈഡിലൊരു വാഴത്തോട്ടം, നെൽപ്പാടങ്ങളാണ്. ഇതെല്ലാം നെൽപ്പാടങ്ങൾ. വലത്ത് സൈഡിലാണെങ്കിൽ പുഴ. വൈകുന്നേരമായതുകൊണ്ട് റോഡ് കുറച്ച് തിരക്കാണ്. എന്നാലും പറയത്തക്കതായ തിരക്കുകളില്ല, എങ്കിലും റോഡിൽ ചെറിയ ചെറിയ തിരക്കുകളുണ്ട്. അങ്ങനെ ഡ്രൈവർ അതിവിദഗ്ധമായി എന്നെയും കൊണ്ട് യാത്ര തിരിച്ചിരിക്കുകയാണ് വീണ്ടും. ഏകദേശം എത്ര സമയം കൊണ്ട് നമുക്ക് പുൽപ്പള്ളി എത്താൻ കഴിയും ഡ്രൈവർ? 1.5 മണിക്കൂർ മതി നമുക്ക് പുൽപ്പള്ളി എത്താൻ. എത്ര കിലോമീറ്റർ ഉണ്ടാവും പുൽപ്പള്ളിക്ക്? എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് ഡ്രൈവർക്ക് അറിയില്ല. എങ്കിലും 20-25 കിലോമീറ്റർ, ഡ്രൈവർ പറയുന്ന പ്രകാരം 25 കിലോമീറ്റർ ആണ് സുമാർ നമ്മളോട് പറയുന്ന കണക്ക്. അപ്പോൾ നോക്കാം അടുത്ത കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്.